രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന ഉറച്ച നിലപാടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. പരിസ്ഥിതി ദിന പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ ഗവർണർ പ്രതിഷേധമറിയിച്ചു. ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത എന്താണുള്ളതെന്നും ചോദ്യം. സ്വകാര്യ ചാനൽ പരിപാടിയിലാണ് ഗവർണറുടെ പരാമർശം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഭാരതാംബയെക്കുറിച്ചുള്ള നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. ഗവർണർ പറയുന്നു ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന്. പരിസ്ഥിതി ദിന പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ ഗവർണർ വലിയ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് അദ്ദേഹം പ്രതിഷേധ വാക്കുകളായി പറഞ്ഞത്? ഉറച്ച നിലപാട് തന്നെയാണ് ഗവർണർ സ്വീകരിക്കുന്നത്. രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല. കാരണം രാജ്ഭവൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ ഭാരതാംബയുടെ ചിത്രം വിൽക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ് ഗവർണർ ചോദിക്കുന്നത്. കാരണം ഭാരതാംബ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ, ഈ രാഷ്ട്രത്തിന്റെ അടയാളമാണ്. അതിന്റെ സാംസ്കാരിക പാരമ്പര്യം തൊട്ട് അതിന്റെ ചരിത്രാതീത കാലം മുതലുള്ള എല്ലാത്തരം വളർച്ചയുടെയും എല്ലാത്തരം വിപുവൽക്കരണത്തിന്റെയും എല്ലാം അടയാളമായി ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടയാളമായി ഭാരതത്തിന്റെ അമ്മ എന്ന കൺസെപ്റ്റിലുള്ള ഒരു ദൈവിക ചിഹ്നമായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം അത് വെക്കുന്നതിൽ വലിയ എതിർപ്പ് കാണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഗവർണർ ആവർത്തിച്ച് പറയുന്നത്. മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത എന്ത് സാഹചര്യമെന്നും ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിയിൽ ഗവർണർ ചോദിക്കുന്നുണ്ട്. ഇത് ഒന്ന് ഭാരതാംബയെ അവഗണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭാരതാംബയുടെ ഒരു പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദ് ആണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണെങ്കിലും ശരി, എല്ലാവരും നിലവിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ശക്തമായ പ്രതിഷേധം. എന്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നുള്ളതിന്, അതിന് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകവുമായി എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിലൊക്കെ ഉറച്ചുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണർ ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കത്തിനോ ഗവർണർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മന്ത്രിമാരാണെങ്കിലും ശരി, ഇടതു നേതാക്കളാണെങ്കിലും ശരി, ഭാരതാംബയുടെ ചിത്രം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തർക്കം കൂടി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സംശയങ്ങളും ഒരു കോണിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഭാരതാംബയുടെ ചിത്രത്തെ ഈ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപഹസിക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്നത് ഈ നിലമ്പൂരൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് CPM നേതാക്കൾ ഒറ്റയടിക്ക് വരുമ്പോൾ അതിൽ ചില സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചില തീവ്ര നിലപാടുകാരെയൊക്കെ പ്രീണിപ്പിക്കാനാണോ മന്ത്രിമാരൊക്കെ ഈ ശ്രമം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് മന്ത്രിമാരും CPM നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ നടത്തുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷെ അപ്പോഴും ഗവർണർ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറാകാതെ ഭാരതാംബയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ആ ചിത്രവും ആ രീതിയിലുള്ള ഭാരതത്തിന്റെ ഒരു അവതരണവും എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാന ബിംബങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നത്. നീലിമ. ശരി പ്രജിത്ത്.